എല്ലാ കുഞ്ഞാവകളും സുഖമായിട്ടിരിക്കുകയാണോ? വഴക്കാണോ? ഉറക്കാണോ? അതോ കുഞ്ഞു മോനെയൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ ചിരിക്കുവാണോ? എന്തായാലും തക്കുടു വാവകളൊക്കെ നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞിന് 6 മാസം പ്രായം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണല്ലേ. അതുവരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരുന്നു. ഇനിയാണ് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത്. എന്ത് കൊടുക്കും, എങ്ങനെ കൊടുക്കും, എത്ര അളവിൽ കൊടുക്കും? ടെൻഷൻ. കാരണം കുഞ്ഞുങ്ങളുടെ ഹെൽത്തിൽ കോംപ്രമൈസ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ടെൻഷനൊന്നും വേണ്ട. കാര്യം സിമ്പിളാണ്. അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നല്ല ഹെൽത്തി ആൻഡ് സ്മാർട്ട് ബേബി ആക്കിയിട്ട് എടുക്കാം. അതിനുവേണ്ടി ആദ്യം കുഞ്ഞിന് ഏത് രീതിയിൽ ഭക്ഷണം കൊടുത്തു തുടങ്ങാം എന്ന് നോക്കാം. ആദ്യം അവരെങ്ങനെ സോളിഡ് ഫുഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നു അതറിഞ്ഞിട്ട് വേണം കൊടുത്തു തുടങ്ങാൻ. ആദ്യത്തെ ഒരാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എന്ന രീതിയിൽ പതിയെ വേണം തുടങ്ങാൻ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ടുള്ള ഒരു 200 മില്ലി ബൗളുണ്ടാവില്ല. ആ ബൗളിൻ്റെയൊക്കെ 1/2 ബൗളോ 3/4 ബൗളോ അധികം കട്ടിയില്ലാത്ത, അധികം വെള്ളം പോലെ അല്ലാത്ത പരുവത്തിൽ കുറുക്കിയ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അധികം ചൂടില്ലാത്ത, അധികം തണുപ്പില്ലാത്ത ആ ഒരു രീതിക്ക് എടുക്കുക. കൊടുക്കാനുള്ള ഫുഡ് ഈ പരന്ന പാത്രത്തിൽ മുഴുവനായിട്ട് എടുക്കുന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ട് ഒരു കുഴിവുള്ള പാത്രത്തിലെടുക്കുക. കാരണം കഴുപ്പ് പകുതി ആകുമ്പോഴേക്കും പാത്രത്തിലുള്ള ബാക്കി ഭക്ഷണം അത് തണുത്ത ഐസായിട്ടുണ്ടാവും. എന്നിട്ട് അത് ശ്രദ്ധിക്കാതെ അത് ഫുഡ് ഇങ്ങനെ കോരി കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന നിഷ്കളങ്കരായ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും കുഞ്ഞിന് ഭക്ഷണത്തിൽ താല്പര്യം ഇല്ലാതെ പോകുന്നത്. ചിലപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല, കുഞ്ഞ് കഴിക്കുകയില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പം ആദ്യത്തെ ഒരാഴ്ച രാവിലെ മാത്രം കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ആഴ്ച 2 നേരം, മൂന്നാമത്തെ ആഴ്ച വരുമ്പോൾ അത് 3 നേരം ആക്കുക. ഇപ്പം കുഞ്ഞിന് ഭക്ഷണത്തിനോടുള്ള ആവശ്യം, താല്പര്യം ഇതൊക്കെ കണക്കിലെടുത്തിട്ട് 3-4 തവണ കൊടുക്കാം. എന്നാൽ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെയും സോളിഡ് ഫുഡ് ഫീഡിങ്ങിൻ്റെയും ഇടയിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി എന്തൊക്കെ കൊടുക്കാമെന്ന് നോക്കാം. ക്യാരറ്റ് അത് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ആദ്യം പറഞ്ഞ ആ ഒരു കട്ടിയുണ്ടല്ലോ, ആ കട്ടിയിൽ കൊടുക്കാം. വിറ്റാമിൻ എയുടെ കലവറയാണ് ക്യാരറ്റ്. ഒത്തിരി വിറ്റാമിൻസ് വേറെയുണ്ട്. അതൊക്കെ കുഞ്ഞിന് കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ക്യാരറ്റ് എപ്പോഴും നമുക്ക് നല്ല ഇളം ക്യാരറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നല്ല മൂത്ത് മുരടിച്ച ക്യാരറ്റൊക്കെ ആയിരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുക. ഇളം ക്യാരറ്റ് നല്ല ടേസ്റ്റാണ്. അതിന് നല്ലൊരു ഇളം മധുരവും നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മൂത്തതാണ് അഥവാ നമുക്ക് കിട്ടുന്നെങ്കിൽ വേറൊരു ടേസ്റ്റ് അതിന് വരുമല്ലോ. അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എൻ്റെ മോൾക്ക് അങ്ങനെയായിരുന്നു. ഈ മൂത്ത ക്യാരറ്റാണെങ്കിൽ അവൾ കൂട്ടുകയില്ല. പിന്നെ ക്യാരറ്റ് തീറ്റ തന്നെ നിർത്തുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മൂത്ത ക്യാരറ്റിൻ്റെയൊക്കെ മേൽഭാഗത്തായിരിക്കും വല്ലാത്തൊരു അരുചി വരുന്നത്. താഴ്ഭാഗത്തേക്ക് നല്ല പകുതി കട്ട് ചെയ്തിട്ട് ആ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ കൂർത്ത ഭാഗം, ആ ഭാഗം നമുക്ക് വേവിച്ച് ഇതുപോലെ ചോറിൻ്റെ ഒപ്പോ എന്ത് കുറുക്കാണോ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അതിനോട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിന് ക്യാരറ്റ് കിട്ടുകയും ചെയ്യും. ക്യാരറ്റിൻ്റെ മൊത്തത്തിലുള്ള അരുചി അവർക്ക് തോന്നുകയില്ല. ഫുഡ് കഴിച്ചോളും. പിന്നെ ആപ്പിൾ അതും വേവിച്ചുടച്ച് കൊടുക്കുക. 5 മിനിറ്റ് ആവി വെച്ചാൽ തന്നെ ആപ്പിൾ നല്ല പോലെ വെന്ത് കിട്ടും. അതിങ്ങനെ തൊലിയോട് ചേർത്ത് സ്പൂണിൽ ഇങ്ങനെ കോരിയെടുത്താൽ തന്നെ മതി. പിന്നെ അതിൻ്റെ നാരൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞുടച്ച് അത് കൊടുക്കാം. ആപ്പിളിൻ്റെ ഗുണങ്ങളൊന്നും ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതുപോലെ മത്തങ്ങ, പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഇങ്ങനെ പൊടിയുള്ള പഴം, പച്ചക്കറി, അങ്ങനത്തെ ഐറ്റംസ് എന്ത് കുഞ്ഞിന് കൊടുക്കാം. ഒരു പേടിയും വേണ്ട. പിന്നെ അധികം ഈ മൂപ്പില്ലാത്ത ബീൻസ്, അച്ചിങ്ങാപ്പയർ അതൊക്കെ കൊടുക്കുക കേട്ടോ. അതൊക്കെ വേവിച്ചിട്ട് ചോറിൻ്റെ ഒപ്പം അരച്ചു കൊടുക്കുക. ഇപ്പം എന്ത് ഫുഡാണോ, ചോറാണോ ഗോതമ്പാണോ എന്താണെങ്കിലും അതിനൊപ്പം അരച്ച് കുറുക്കാക്കി കൊടുക്കാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭക്ഷണം ദഹിക്കാൻ ആവശ്യമായ എൻസൈംസ് ഒക്കെ കുഞ്ഞിൻ്റെ വയറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് 6 മാസം ആകുമ്പോഴേക്കും. പക്ഷേ ഓവർ ഫീഡിങ് ആവാതെ മിതമായ അളവിൽ അല്പം ശ്രദ്ധയോടെ നമുക്ക് എന്ത് കുഞ്ഞിന് കൊടുക്കാം. അമ്മമാർക്ക് ഒരു പേടിയും വേണ്ട. എന്നാൽ നോൺ വെജ് വിഭവങ്ങൾ, മസാല നല്ല എരിവുള്ള അതൊക്കെ കൊടുക്കുമ്പോൾ വീണ്ടും 2-3 മാസങ്ങൾ കൂടി വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു തുടങ്ങാം. അവർ ഭക്ഷണത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അത് മനസ്സിലാക്കുക ആദ്യം. ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇറച്ചി മീനൊക്കെ ആദ്യമൊക്കെ നാവിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർ അത് കഴിക്കാൻ ഭയങ്കര ഇതായിട്ട് കാണിക്കും. അപ്പോൾ കുറഞ്ഞ അളവിലൊക്കെ അത് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പരിപ്പ്, പയറ്, കടല തുടങ്ങിയ പരിപ്പ് വർഗ്ഗങ്ങളുണ്ടല്ലോ,
അതും കൂടി ഉൾപ്പെടുത്തണം. അധികം വേണ്ട, ഗ്യാസ് ഉണ്ടാവുകയും ശ്രദ്ധിക്കണം. അധികം കൊടുക്കരുത്. അതായിട്ട് അത് കൊടുക്കും ചോറിൻ്റെ കൂടെയാണെങ്കിലോ എന്തിൻ്റെ കൂടെയാണെങ്കിലോ അരച്ച് മിക്സാക്കി അത് അങ്ങനെ കൊടുക്കാം. ഞാൻ പറയുമ്പോൾ ഈ ചെറുപയറൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫുഡാണ് ചെറുപയർ. നമ്മളതിന് നിസ്സാരമായിട്ട് കാണരുത്. ഒത്തിരി പോഷകങ്ങളുള്ള ഒരു ഫുഡാണ് ചെറുപയർ. നിസ്സാരവൽക്കരിക്കാതെ അതൊക്കെ കുഞ്ഞിൻ്റെ ഫുഡ് ചാർട്ടിൽ ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ കുഞ്ഞിന് നിർബന്ധമായിട്ടും കൊടുക്കണം. നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് അരുചി ഉണ്ടാവാതെ ഈ തണുത്ത പച്ചവെള്ളം പോലെയുള്ള ഫുഡ് അവർക്കൊരു രസം തോന്നാത്ത രീതിയിൽ അല്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് കഴിപ്പിച്ച് അങ്ങനെ അവർക്ക് ഭക്ഷണത്തിനോടുള്ള താല്പര്യം കെട്ടുപോവാതെ 1-2 മാസം കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ അവർക്ക് ആ കൊടുക്കുന്ന സമയത്ത് കൃത്യമായൊരു സമയത്തായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു വിശപ്പ് തോന്നും. അവർ കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കാനും തുടങ്ങും. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 6-7 മാസം വളരെ നിർണായകമായൊരു മാസമാണെന്ന് പറയാം. അതനുസരിച്ചായിരിക്കും അവർ പിന്നീട് അങ്ങനെ കഴിക്കും കഴിക്കില്ല എന്നൊക്കെ കുഞ്ഞുങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അമ്മമാർ അവരെ നിർബന്ധിക്കേണ്ട, ഫോഴ്സ് ചെയ്യേണ്ട. അവർക്ക് താല്പര്യത്തിനനുസരിച്ച് കൃത്യമായ ടൈം നമ്മൾ കീപ്പ് ചെയ്യണം. ആ ടൈം കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ രാവിലെ 8 മണിക്കാണ് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ കുഞ്ഞിന് 6-6:30 കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞു, ഒന്ന് ഉറങ്ങി എണീറ്റു. നമ്മൾ 8 മണിക്കാണ് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചതെങ്കിൽ ആ ഒരു ടൈം ടേബിളിൽ തന്നെ മുന്നോട്ട് പോവുക. കാരണം സമയം നമ്മൾ മാറി മാറി കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആ ബോഡി ക്ലോക്ക് ഉണ്ടല്ലോ, അത് ചേഞ്ച് ആകുമ്പോൾ അവർക്ക് ഒരു കൃത്യമായി ചിട്ടയില്ലാതെ വരുമ്പോൾ കുഞ്ഞിന് ഭക്ഷണത്തിനോട് വിമുഖത തോന്നും. അപ്പം അതൊക്കെ നമ്മുടെ അശ്രദ്ധയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, അമ്മമാരത് ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചോളൂ, ആർക്കും ഒരു ടെൻഷനും വേണ്ട. പിന്നെ വളരെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, കുഞ്ഞിന് വേണ്ടിയിട്ടൊരു കൃത്യമായിട്ടൊരു ഫുഡ് ചാർട്ട് നമ്മൾ ഉണ്ടാക്കണം. അതായത് ഈ ആഴ്ച ഇപ്പോൾ മൺഡേ ഏത് ഫുഡാണ് കൊടുക്കുന്നത് അതേ ഫുഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസം ഗ്യാപ്പ് വെച്ചിട്ട് ആ രീതിയിലേ കൊടുക്കാവുള്ളൂ. കാരണം ചില ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. മുട്ട, നിലക്കടല തുടങ്ങിയവ കഴിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ വയറ് കമ്പിക്കുക, അവർ ഛർദ്ദിക്കുക, ഗ്യാസ് ട്രബിള്, വല്ലാത്ത വയറുവേദനയായിട്ട് കരയുക, ഇങ്ങനെ അലർജി കാണിക്കാറുണ്ട്. അപ്പം അത് ഏത് ഫുഡ് കഴിച്ചിട്ടാണ് അവർക്ക് ഈ അലർജി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ ഈ ഇടകലർന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല കുഞ്ഞിന് ഏത് ഭക്ഷണം കഴിച്ചിട്ടാണ് അവർക്ക് അലർജി വന്നിട്ടുള്ളതെന്ന്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടവേള ഇട്ടിട്ട് തന്നെ നമ്മളൊരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അലർജി ഉണ്ടാവുന്നുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അത്തരം ഭക്ഷണങ്ങൾ കുഞ്ഞിന് കൊടുക്കാതെ നമുക്കത് ഒഴിവാക്കാനും പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞതിലൂടെ കുഞ്ഞിന് എങ്ങനെ ഫുഡ് കൊടുക്കാന്നുള്ള ഒരു ടെൻഷനൊക്കെ അമ്മമാർക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും പേടിക്കേണ്ട, വളരെ ആധികാരികമായ കുറച്ച് വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ഇനിയും ഇതുപോലെ ഹെൽത്ത്, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. ലെറ്റ്സ് ടോക്ക് മോർ. എല്ലാവരും ബി ഹാപ്പി, ബി ഹെൽത്തി, ബി സേഫ്. Bye bye.